പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇമ്മാനുവേൽ മിഷൻ ടി വിയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്ന് പങ്കുവയ്ക്കുന്ന ദൈവവചനം നമുക്കെല്ലാവർക്കും ആശ്വാസവും അനുഗ്രഹവുമാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് എടുക്കപ്പെട്ടുള്ള ഒരു വചനമാണിപ്പോൾ വായിച്ചു കേട്ടത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഈ ഭാഗത്തു നിന്ന് 3 കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, മനുഷ്യവർഗത്തിന് സമാധാനം എങ്ങനെ നഷ്ടപ്പെട്ടു. 2, സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതി എന്ത്. 3, ഈ സമാധാന പദ്ധതിയിൽ മനുഷ്യൻ്റെ പങ്കെന്ത്. നമുക്കറിയാം, ലോകം വളരെയധികം പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ടെക്നോളജി വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. സാമ്പത്തിക രംഗത്ത് വളരെയധികം പുരോഗതി പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എങ്കിൽ പോലും സമാധാനം ഇന്നും ഒരു മരീചികയായി ശേഷിച്ചിരിക്കുകയാണ്. നമുക്ക് ചുറ്റും കാണുന്ന യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനുഷ്യൻ്റെ സ്വസ്ഥതയില്ലായ്മയുടെ പ്രതീകമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. എന്നാൽ കാലാന്തരത്തിൽ നാം ഇങ്ങനെ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവം നോക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. ശ്രദ്ധേയമായ ഒരു പദം അവിടെയുണ്ട്. മനുഷ്യൻ്റെ ദുഷ്ടത വലുതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണം എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് ദൈവം കാണുകയാണ്. എന്നും എക്കാലത്തും മനുഷ്യൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ദോഷമുള്ളതാണ് ദൈവം കാണുകയാണ്. അനേക സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസും ഇതേ ആശയമാണ് ഉദ്ധരിക്കുന്നത്. നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടായിട്ടും ഇച്ഛിക്കാത്ത തിന്മയത്രേ നമ്മിൽ നിന്ന് വരുന്നത്. അതിൻ്റെ അർത്ഥം, മനുഷ്യൻ്റെ ഉള്ളിൽ പാപം മൂലമുണ്ടായ പാപത്തിൽ നിന്ന് ഉളവായ അസ്വസ്ഥതയും അസമാധാനവും മനുഷ്യനെ എപ്പോഴും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നു. റോമാലേഖനം തന്നെ 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ പരന്നു. പാപത്തിൻ്റെ പരിണിതഫലമായി മരണം സകല മനുഷ്യവർഗത്തിലും പകരപ്പെട്ടിരിക്കുന്നു. ഒരർത്ഥത്തിൽ പാപമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്നും വേർതിരിക്കുന്നത്. ഈ പാപം മൂലം അകലപ്പെട്ട മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ മനുഷ്യൻ കണ്ടുപിടിച്ച പല മാർഗങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും വാസ്തവത്തിൽ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ പര്യാപ്തമല്ലാതെ വന്നു. യെശയ്യാപ്രവചനം 64-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നമ്മുടെ നീതിപ്രവൃത്തികൾ ദൈവമുമ്പാകെ കറ പുരണ്ട തുണി പോലെ മാത്രം ഇരിക്കുന്നു. നാം ഏത് നീതിപ്രവൃത്തികൾ ചെയ്താലും, ഏത് മതപരമായ ചടങ്ങുകൾ ചെയ്താലും, പാപം ഉള്ള മനുഷ്യൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളോ, പാപമുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഏത് ആരാധന മുറകളോ ദൈവത്തിന് പ്രസാദമായി തീരുന്നില്ല. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, പാപം മൂലം മനുഷ്യനുണ്ടായ വീഴ്ചകളെ കുറിച്ച് പട്ടിക നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നമുക്കറിയാം, ഒരു രോഗി ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറയുമ്പോൾ പുറമേ കാണാത്ത അവൻ്റെ ഉള്ളിലുള്ള ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള രോഗകാരണങ്ങൾ വ്യക്തമായ സ്കാനിങ്ങിലൂടെ പുറത്തു വരുന്നു. ദൈവം നോക്കുമ്പോൾ മനുഷ്യൻ്റെ പാപം മൂലമുണ്ടായ മനുഷ്യൻ്റെ ആത്മീക അപച്യുതിയെക്കുറിച്ച്, ആത്മീയമായ വീഴ്ചയെക്കുറിച്ച് 3 പദമാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്.
വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. അപ്പോൾ ദൈവം വീക്ഷിക്കുമ്പോൾ മനുഷ്യൻ്റെ ആത്മിക അപചുതിയെക്കുറിച്ച് സ്റ്റാൻഡ് റിപ്പോർട്ടാണിത്. ഒന്ന്, മനുഷ്യൻ ബലഹീനനാണ്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് പവർലെസ് എന്ന പദമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനുഷ്യൻ്റെ പവർ നഷ്ടപ്പെട്ടു. മനുഷ്യനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള, ദൈവത്തോട് അടുക്കുവാനുള്ള, ദൈവത്തോട് ബന്ധപ്പെടുവാനുള്ള, ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുവാനുള്ള മനുഷ്യൻ്റെ പവർ നഷ്ടപ്പെട്ടു. മാൻ ബിക്കം പവർലെസ്. രണ്ടാമത്തെ റിപ്പോർട്ടാണ് മനുഷ്യൻ പാപികളായി തീർന്നു. 3, മനുഷ്യൻ ശത്രുക്കളായി തീർന്നു. ഈ 3 സ്കാൻ റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. 1, മനുഷ്യൻ ബലഹീനനായി തീർന്നു, മനുഷ്യൻ പാപിയായി തീർന്നു, മനുഷ്യൻ ശത്രുവായി തീർന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ നാം ഇങ്ങനെ വായിക്കുന്നു: നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ യേശു നമുക്ക് വേണ്ടി മരിച്ചു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രൂശിൽ യേശു തൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ചു. 3, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. ക്രൂശ് മുഖാന്തരം മനുഷ്യനെ ദൈവത്തോട് നിരപ്പാക്കുവാൻ ദൈവം പദ്ധതി കൊണ്ടുവന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ ദൈവമായി നിരപ്പിക്കുന്നതാണ് ക്രൂശ്. ക്രോസ് ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ്. അതുതന്നെയാണ് 2 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു: ഇതിനൊക്കെയും ദൈവം കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. ഒന്നാമതായി നാം കണ്ടത് പാപം മനുഷ്യകുലത്തിന് വരുത്തി വെച്ച വിന. രണ്ടാമതായി നാം ചിന്തിക്കാൻ പോകുന്നത് ഈ പാപത്തിൽ നിന്ന്, അഥവാ അസമത്വത്തിൽ നിന്ന്, അസമാധാനത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുവാൻ ദൈവം വെച്ച പദ്ധതി. യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ യേശു കർത്താവ് കാൽവറിയിൽ മരിച്ചു. അങ്ങനെ മനുഷ്യനെ ദൈവമായി നിരപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ടു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു: അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. 1, യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്താൽ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചു. 2, ആ നിരപ്പ് മൂലം മനുഷ്യരിലേക്ക് ദൈവത്തിന്റെ സമാധാനം വ്യാപരിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കി. യേശു ഇങ്ങനെ പറഞ്ഞു: ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിൽ മനുഷ്യൻ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ മാനുഷികമായ പല പദ്ധതികളും പല ക്രമീകരണങ്ങളും ചെയ്യുമ്പോൾ അതൊക്കെ അസ്ഥാനത്തായി തീരുമ്പോൾ യേശു പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സമാധാനം കൈവരിക്കുവാൻ സാധിക്കുന്നത്? യേശുക്രിസ്തു കാൽവറിയിൽ ഒരുക്കിയ നിരപ്പിന്റെ പദ്ധതിയിലൂടെ പിതാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് സമാധാനം പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയ പദ്ധതി. എന്നാൽ ഈ സമാധാന പദ്ധതി മനുഷ്യർക്ക് നമുക്കെങ്ങനെ സ്വായത്തമാക്കി തീർക്കുവാൻ കഴിയും? പൗലോസിന് മറുപടി പറയുന്നുണ്ട്. റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ സമാധാനം നമുക്ക് സ്വായത്തമാക്കുവാൻ കൈവരിക്കുവാൻ കഴിയുന്നത്? യേശുവിട്ട പദ്ധതിയാണ് പിതാവിനെ ദൈവത്തോട് നിരപ്പിക്കുക. അങ്ങനെ ആ നിരപ്പിലൂടെ ദൈവിക സമാധാനം നമ്മളിലേക്ക് വരുവാൻ ദൈവം പദ്ധതി ഒരുക്കി. അതെങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്? പൗലോസിന്റെ മറുപടി ഇങ്ങനെയാണ്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. യേശുക്രിസ്തുവിന്റെ വിശ്വാസം മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, യേശു സമാധാന പദ്ധതി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ നാം ചെയ്യേണ്ട നമ്മുടെ പങ്കിതാണ്.
യേശുവിൻ്റെ കാൽവറി മരണത്തെ വിശ്വസിക്കുക, യേശുവിലൂടെ നീതീകരണം പ്രാപിക്കുക. അങ്ങനെ വിശ്വാസത്താൽ ഈ സമാധാനം നമ്മളിലേക്ക് പകരപ്പെടുകയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. അപ്പൊ യേശുക്രിസ്തുവാണ് സമാധാനദായകൻ. യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഈ സമാധാനം നമ്മളിലേക്ക് പകരപ്പെടുന്നു, വ്യാപരിക്കുന്നു. ഒരു പദം അവിടെ ശ്രദ്ധേയമാണ്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. റൂൾ എന്ന പദമാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സമാധാനം നമ്മുടെ ഉള്ളിൽ വാഴണം. വളരെ ചിന്തനീയമായ ഒരു പദമാണത്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവൃത്തിയിൽ ദൈവത്തിന് നിരക്കാത്ത, മനുഷ്യന് നിരക്കാത്ത, സമാധാനം നഷ്ടപ്പെടുത്തുന്ന ചിന്തകൾ, അസ്വസ്ഥതപ്പെടുത്തുന്ന ചിന്തകൾ വരുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ സമാധാനം വാഴട്ടെ, റൂൾ ചെയ്യട്ടെ. ആ റൂൾ ചെയ്യുന്ന ഭരിക്കുക, വാഴുക എന്ന പദത്തിന് വലിയ ചിന്തയുണ്ട്. ഏത് പ്രവൃത്തിയുടെ മുകളിലാണ് ഒരു അധികാരം എന്ന് പറയുന്നത്? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളിൽ വാഴുമ്പോൾ അതിൻ്റെ അധീനതയിലാണ്, അതിൻ്റെ വരുതിയിലാണ് നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ സമാധാനത്തിൻ്റെ വരുതിയിൽ നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെ ഒതുക്കി നിർത്തി സമാധാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നിലനിൽക്കുവാൻ നമ്മുടേതായ ശ്രമം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. നമ്മുടെ ഹൃദയത്തിൽ സമാധാനം വാഴുമ്പോഴാണ് ഈ സമാധാനം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് കഴിയുന്നത്. നമുക്കില്ലാത്തതൊന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയത്തില്ല, അല്ലേ? നമുക്കുള്ളതേ നമുക്ക് കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ സമാധാനം വാഴുമ്പോഴാണ്, ആ ദൈവിക സമാധാനം നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോഴാണ്, അത് നമ്മളിൽ നിറയുമ്പോഴാണ് നമുക്ക് സമാധാനം മറ്റുള്ളവർക്ക് പകരുവാൻ കഴിയുന്നത്. നമുക്ക് സമാധാനത്തിൻ്റെ പീസ് മേക്കേഴ്സായി, പീസ് ഏജന്റായി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുവാൻ കഴിയുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ വായിക്കട്ടെ. പ്രായോഗികമായി ഈ സമാധാനം നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകളിൽ, നമ്മുടെ നാമുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ സമാധാനം എങ്ങനെ പകരുവാൻ കഴിയും? പൗലോസ് പറയുകയാണ്, എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും, അങ്ങനെ സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. അപ്പോൾ ഒന്നാമതായി നമ്മുടെ ഉള്ളിലുള്ള പകയും പിണക്കവും വിദ്വേഷവും ഒക്കെ നാം അത് വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ അടുത്ത പദം എങ്ങനെയാണ്? നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. നമ്മുടെ ഉള്ളിൽ സമാധാനം, നമ്മുടെ ഉള്ളിൽ സ്വസ്ഥത, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനുള്ള മനസ്സ് നമ്മൾക്കുള്ളപ്പോൾ നിൽക്കുന്ന സമൂഹത്തിൽ നമ്മുടെ സമാധാനം മറ്റുള്ളവരിൽ പകരുവാൻ ഇടയാകുന്നു. 3 കാര്യങ്ങളാണ് നാം കാണുവാൻ ഇടയായത്. എങ്ങനെയാണ് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടത്? പാപം ചെയ്ത മനുഷ്യൻ, ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ, ദൈവകൃപ നഷ്ടപ്പെട്ട മനുഷ്യന്റെ ഉള്ളിലേക്ക് അസ്വസ്ഥതകളും പാപവും ബലഹീനതയും കടന്നു വന്നു. എന്നാൽ ദൈവം വെച്ച വ്യവസ്ഥ ഇതാണ്, യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ, ബ്രിഡ്ജ് ചെയ്യുവാൻ ദൈവം പദ്ധതി ഒരുക്കി. അങ്ങനെ മനുഷ്യൻ ദൈവമായി നിരക്കപ്പെട്ടപ്പോൾ ദൈവിക സമാധാനം മനുഷ്യലേക്ക് വ്യാപരിക്കുന്നു. അതെങ്ങനെയാണ് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ. യേശുക്രിസ്തുവാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടത് തന്നെ.
നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, മറ്റുള്ളവരെ പൊറുക്കുമ്പോൾ, ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം സമാധാനവാഹകരായി തീരുന്നു. അങ്ങനെ ദൈവത്തിന്റെ പുത്രന്മാരായി തീരുന്നു. യഥാർത്ഥത്തിൽ ദൈവമക്കൾ ആരാണ്? ദൈവത്തിന്റെ പുത്രന്മാരാണ്. സ്തോത്രം. നാം നമ്മുടെ ഉള്ളിൽ ദൈവിക സമാധാനം നിറഞ്ഞ് ആ സമാധാനം നമ്മുടെ ഉള്ളിൽ വാണ് നാം മറ്റുള്ളവർ ക്ഷമിക്കുവാനും പൊറുക്കുവാനും സമാധാനവാഹകരായി നമ്മെ ദൈവമാക്കിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, സഭകളാകട്ടെ, ദേശത്താകട്ടെ, സമൂഹത്തിലാകട്ടെ, സമാധാനവാഹകരായി നിൽക്കുമ്പോൾ ദൈവജനം പറയുന്നു, അങ്ങനെ നിങ്ങൾ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരും. ഞാൻ എൻ്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന വലിയ ഉദ്ദേശത്തോടു കൂടിയാണ്. ലോകം സമാധാനം ഇല്ലാതെ പ്രശ്നകലുഷിതമായ ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. മനുഷ്യന്റെ ഒരു പ്രയത്നവും, പാപിയായ ഒരു മനുഷ്യന്റെ പ്രയത്നവും അത് ഫലമല്ലാതെ വരുമ്പോൾ യേശുക്രിസ്തു വിഭാവനം ചെയ്ത ചിന്തയാണ്. യേശുക്രിസ്തുവിലുള്ള സമാധാനം നമ്മളിലേക്ക് വ്യാപരിച്ച് നമ്മുടെ ഹൃദയത്തിൽ സമാധാനമാണ്. ആ സമാധാനം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ഈ സമാധാനവാഹകരായി നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിൽക്കുവാൻ ദൈവജനം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ നാം ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, യേശുക്രിസ്തുവിലൂടെയുള്ള സമാധാനത്തിന്റെ വാഹകരായി ഈ കാലഘട്ടത്തിൽ സമാധാനം പരത്തുന്നവരായി നിൽപ്പാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.